എല്ലാവർക്കും നമസ്കാരം. സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒറ്റത്തവണ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, നിങ്ങൾ അത്ഭുതം കാണും, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു അഭിഷേക പ്രാർത്ഥനയാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അഭിഷേകം നൽകുന്നത്, നമുക്ക് ചൈതന്യം നൽകുന്നത് ത്രിയേക ദൈവം പരിശുദ്ധാത്മാവിലൂടെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും മാറ്റി, നിങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകി മാറ്റി, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും സഫലമാക്കി തരുന്ന പരിശുദ്ധാത്മാവിനോടുള്ള അഭിഷേക പ്രാർത്ഥനയാണ്. ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ എല്ലാ പാപക്കറകളും മാറ്റി നമ്മളെ അഭിഷേകത്താൽ നിറയ്ക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇത് നിങ്ങൾ ചെയ്യുന്നതിന് മുൻപായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ചൊല്ലുന്നതിന് മുൻപായിട്ട്, ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ 7 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിനെ 7 പേരിലേക്ക് അയക്കുന്നതിന് തുല്യമായിരിക്കും. ആ 7 പേരിലൂടെ നിങ്ങൾ ദൈവത്തിൻ്റെ ചൈതന്യം ദർശിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ നിങ്ങളുടെ ക്ഷമിക്കപ്പെടാത്ത ഒരേ ഒരു പാപം എന്ന് പറയുന്നത് ആത്മാവിനെതിരായ പാപമാണ്. ഇവിടെ ആത്മാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെതിരെ നമ്മൾ ചെയ്യുന്ന ഒരു പാപവും ക്ഷമിക്കപ്പെടുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവാം, കടബാധ്യതകൾ അനുഭവിക്കുന്നുണ്ടാവാം, രോഗപീഠകൾ അനുഭവിക്കുന്നുണ്ടാകാം, പൈശാചിക ബന്ധനങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് നിങ്ങളോ നിങ്ങളുടെ പൂർവികരോ ചെയ്തു പോയിട്ടുള്ള പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങളാണ്. ഇവിടെ നമ്മൾ ഈ പാപങ്ങളിൽ നിന്നെല്ലാം നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്ന ഈ ഒരു അഭിഷേക പ്രാർത്ഥനയാണ് ചൊല്ലാൻ പോകുന്നത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇത് എല്ലാ ദിവസവും ചൊല്ലുന്നത് നല്ലതാണ്. എങ്കിലും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു പ്രാർത്ഥന ചൊല്ലി നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ 100% ഉറപ്പാണ് അവ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പേജ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾ ലഭിക്കുവാനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തിയാൽ തീർച്ചയായും ഇവിടെ കമൻറ്റ് ചെയ്യപ്പെടുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾ നമ്മളിവിടെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് കൗൺസിലിംഗ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രാർത്ഥന ചൊല്ലുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ ഓരോന്നും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് ഭക്തിപൂർവം പ്രാർത്ഥനയിലേക്ക് കടക്കാം. മാധുര്യവാനും ആശ്വാസദായകനുമായ പരിശുദ്ധാത്മാവേ, അങ്ങ് എഴുന്നള്ളി വന്ന് ഞങ്ങളിൽ നിറയുക, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുക, അങ്ങേ സ്നേഹാഗ്നിയാൽ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും ദിവ്യ വരദാനങ്ങളാൽ സമ്പന്നമാക്കുകയും ചെയ്യുക. ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ പ്രാർത്ഥിക്കുവാൻ സഹായിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ ഒരു പ്രാർത്ഥന വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചൊല്ലി നോക്കൂ. നിങ്ങളുടെ ഏതൊരു ആവശ്യങ്ങളും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സാധിച്ചു തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ കമൻറ്റ് ചെയ്യുക. കൗൺസിലിംഗ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി.